സൈൻ മാറിപ്പോയി. അപ്പം എൻ്റെ +2 ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആദി, രോഹിത്, അനുശ്രീ, മിൻഹാജ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളപ്പം എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാൻ അധികം സമയമില്ല. ഞങ്ങൾക്ക് 8:10 ട്രെയിൻ. സോ ജസ്റ്റ് ഒന്നൊരു ചായ കുടിച്ചിട്ട് വേഗം ക്ലിക്കാവും. ഹായ് പറയും. സൈൻ മാറിപ്പോയി. ആദ്യ ഹായ് പറയും. ഒരാള് മിസ്സിംഗ് ആണ് ഗൈസ്. രോഹിത് എവിടെയാ? ആദി രോഹിത് എവിടെയാ? രോഹിത് കോളേജ്. ഓക്കെ, മിസ് യു. നമ്മളെവിടെയൊക്കെ പോകുന്നത്? അയ്യോ, സ്ഥലം എത്തി ഗൈസ്. ബൻബോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ സ്ഥലമില്ല ഗൈസ്. നമുക്ക് ബൻബോയില് സ്ഥലമില്ലേ? ഭയങ്കര ഐശ്വര്യമാണ് അനുസരിക്ക്, മിൻഹാജിനും എനിക്കും ആദിക്കും. സോ നമ്മളിപ്പോ എവിടെയാ പോകുന്നത്? നമ്മളിപ്പോ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിട്ട് ആദിന്റെ വീടിന്റെ താഴേക്ക് പോവാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ തിരക്കില്ലാത്തൊരു സ്ഥലത്തേക്ക് തിരഞ്ഞു പോവുകയാണ്. 16 Pro നോക്കട്ടെ. 16 Pro. അയ്യോ, റിച്ച് കളികൾ മാത്രമാണ്. നമ്മളെ ക്യാമ്പസിലെ മോഡലും കോവിഡിലെ മോഡലും ഉണ്ട് ഗൈസ്. സോ ഞങ്ങളിതാ എത്ര എന്തോ പറയണ്ടേ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? പിന്നെ ഒരു ക്രിസ്പി ചിക്കൻ, പിന്നെ ഒരു സ്പെഷ്യൽ പനീർ. മിൻഹാജോ? എല്ലാം കൂടി തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. അപ്പൊ നമ്മള് കൊറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. കൊറേ നാളിന് ശേഷം കണ്ടാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇതാ നമ്മളെ അച്ഛൻ പറഞ്ഞ ഹിന്ദി നടന്നപ്പോ അങ്ങനെയൊന്നും കേട്ടോ. ഏത് ബ്ലോഗർ? അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്ക. ഞങ്ങക്ക് ട്രെയിനിങ് ടൈം ആയിട്ടോ എങ്ങനെ ഇറക്കിയിടാണ്. ട്രെയിനിൽ പോവാൻ വേണ്ടി തിരക്കെടുത്തുന്ന അനുശ്രീ. മിൻഹാജിന് ഒരു തിരക്കില്ലല്ലോ ബെല്ലാത്തുള്ളത്. എനിക്കിന്ന് പോകുന്നോണ്ടാണ് അറിയില്ല, തിന്നാനേ തോന്നുന്നില്ല. അടുത്ത റോൾ എത്തിയിട്ടുണ്ട്. എനിക്ക് ഫുഡൊന്നും ഇറങ്ങുന്നില്ല. എപ്പോഴൊരു കലോട് കിട്ടിയപ്പോ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി. ഇവിടെ കച്ചറയാണ് ആരാദ്യം കഴിക്കുന്നത്. ചിക്കൻ കടിച്ചു മിൻഹാജ് കരയുന്നത്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചു. അറ്റ് ലാസ്റ്റ് ഇതാ ഇറങ്ങാണ്. ഞാനും അനുശ്രീ ഒരുമിച്ചാണ് പോകുന്നത്. സോ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതാ ഇവര് രണ്ടാളെയും ഇവിടെ വെച്ചിട്ട് ബൈ ബൈ പറയും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ കാറിൽ വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് കോയമ്പത്തൂരേക്കല്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പൊ പോവാണ്. വീട്ടിൽ പോയിട്ട് ബാഗൊക്കെ എടുത്തിട്ട് പോകാനാണ് ട്രെയിൻ. എത്തും. നമുക്ക് എപ്പോഴും ഒരു ഓവർ കോൺഫിഡൻസ് ആണ്, പക്ഷെ അത് നടക്കാറുണ്ട്. അതാണ് സത്യം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. ദാറ്റ്സും കൂട്ടിക്കൊണ്ടുപോവാണ് വീട്ടിലേക്ക്. ഞങ്ങളുടെ ട്രെയിനിൽ കയറി. കൂടെ തേജസ്, നിഹാലൊക്കെ ഉണ്ടായിരുന്നു തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പോവാൻ. നമ്മളിപ്പോൾ ട്രെയിനിൽ പോവുകയാണ്. ഞങ്ങള് നവരാത്രി കഴിഞ്ഞ ഒരു വലിയ തിരക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കിട്ടിയത് ഒരു കാലി ട്രെയിൻ. നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിൻ കിട്ടാൻ കാരണം അത് ഇന്ത്യൻ റെയിൽവേ നല്ലൊരു റെയിൽവേ ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ട്രെയിൻ കിട്ടാൻ കാരണം? നമ്മൾ എന്തോ ഒരു ഭാഗ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ട്രെയിൻ കിട്ടാൻ കാരണം. അല്ലെങ്കിൽ നമ്മളിത് കിട്ടത്തില്ല. അല്ലേ നമ്മൾ ഒരിക്കലും കിട്ടില്ല. ഫോക്കസ് ചെയ്യും. എനിക്ക് കിട്ടാനുള്ള ഭാഗ്യം തേജസ്. ഞാനാണ് ഇവർക്ക് റെക്കമെൻഡ് ചെയ്തത്. എനിക്ക് തേജസ് റെക്കമെൻഡ് ചെയ്തോ. ഞാൻ ഇതിൽ കയറി സുഖമായി റെക്കമെൻഡ് ചെയ്തോണ്ട് ഇവരിപ്പോ ഇരുന്ന് പോവാം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായ തിരക്കില് പോലെ വന്നു.
വരിക നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ട്രെയിനിൽ കയറിയതാണ്. ഫുൾ കളക്ഷൻസ് റെയിൽവേയിലായിരുന്നു. കിലുങ്ങുന്നത് കണ്ടോ, ചില്ലറ പൈസ. ഫുൾ കളക്ഷൻസ്. വാട്ട് ഈസ് ഇൻ മൈ ബാഗ്? ബാഗിനുള്ളിൽ വേറെ 2 കവർ, കളക്ഷന് കിട്ടിയ കവർ, അതൊക്കെയാണ് ഈ ബാഗിലുള്ളത്. നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ എത്തും. ഈ ട്രെയിൻ നല്ല ട്രെയിനാണ്. അതുകൊണ്ട് ഈ ട്രെയിൻ എല്ലാവരും W കൊടുക്കുക. ഈ ട്രെയിൻ W എല്ലാവരും ഈ ട്രെയിൻ പ്രൊമോട്ട് ചെയ്യുക. ജബൽപൂർ എക്സ്പ്രസ്. ഇതിന് കോഴിക്കോട് ശരിക്കും 1 മണിക്ക് കോഴിക്കോട് എത്തുന്ന ട്രെയിനായിരുന്നു ഗായ്സ്. നമുക്കെന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അതെ പുതുച്ചേരി എക്സ്പ്രസ്സിൽ നല്ല റഷ് ആയിരുന്നു. ഒക്കെ വണ്ടി ഉള്ളതുകൊണ്ട് ഇവരൊറ്റയ്ക്ക് പോവാണ് അല്ലേ പറയാൻ. മുസമ്മിൽ ഇവരെ പിന്നെ കണ്ടു വ്ളോഗൊന്നും പഠിച്ചത്. ഇത് കണ്ട ഈ വ്ളോഗ് വരുമ്പോണ്ടോ പെപ്പെ കൊണ്ടല്ലോ അതിലൊന്ന്. ഞാൻ അനക്കെന്ന് പറഞ്ഞ പെണ്ണിന്റെ ഈ വ്ളോഗ് വരുമ്പോണ്ടോ നമ്മളെ ഈ കാലം തരംഗം എപ്പോഴും കാണും. ഈ കോളേജിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കൊല്ലത്തെത്തി. സമയം 12:30 മുസമ്മിൽ റെയിൽവേ സ്റ്റേഷനിൽ. അന്റെ ഗൊമ്മല. അപ്പൊ ശരി, സ്ഥലം വിട്ടോളെ. ബൈ. നമ്മൾ പോണ് ശുഭനിദ്ര.